വേടൻ എന്ന സെലിബ്രിറ്റി ആയത്, ഇത്രയും പോപ്പുലാരിറ്റി നേടിയത് എന്തുകൊണ്ടാണ്, എങ്ങനെയായിരുന്നു? അതെ, പാട്ടിലൂടെ അല്ലല്ലോ. അങ്ങനെ പാട്ടിലൂടെ അല്ല അദ്ദേഹത്തെ അറിഞ്ഞത്. അദ്ദേഹത്തെ മയക്കുമരുന്നിൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ട് കഞ്ചാവിൻ്റെയും അതേപോലെ മയക്കുമരുന്നും അതേപോലെ നമ്മുടെ എന്താ പറയുക പുലിപ്പല്ല് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേടനെതിരെ കേസെടുത്തതാരാ? ഈ സർക്കാരല്ലേ. തെറ്റായ വഴിയിലൂടെ അദ്ദേഹം പോപ്പുലാരിറ്റി നേടിയത്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു നിലയാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ജാതീയത അവസാനിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ജാതീയമായ ചിന്താഗതികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഭാരതമാണ്, പിന്നെ ഭാരതത്തിൻ്റെ പേര് പിന്നെ മാറ്റുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഇത് അനാദികാലം മുതൽ ഭാരതമാണ്, അഖണ്ഡ ഭാരത സങ്കല്പമാണ് നമ്മളിലുള്ളത്. ഇത് ഭാരതമാണ്. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ധാരാളം ദേശീയ മുസ്ലിങ്ങൾ ഈ ഭാരതത്തിൽ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അത്തരം അവരുദ്ദേശിച്ച ഒരു കാര്യം ഇവിടെ നടക്കാതെ പോയത് ഇവിടെ ഈ ഭാരതത്തെ മനസ്സിലായിക്കൊണ്ട് ഈ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥർ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഭാരതത്തിൽ നടപ്പിലായില്ല എന്ന് മാത്രമല്ല, അവർക്ക് അതിൻ്റെ ശക്തമായ തിരിച്ചടി നേരിടുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഹിന്ദു ഐക്യവേദിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയ AV കലേഷനാണ്. വെൽക്കം ടു മാപ്സ്റ്റേക്ക് മീഡിയ. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത്? ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല. കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ പേരാണ്, ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന സംഘടനയുടെ പേരാണ് ഹിന്ദു ഐക്യവേദി. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദു ഏകീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും ഓരോരോ പേരുകളിലാണ് ഇത്തരം സംഘാടനം നടക്കുന്നത്. കേരളത്തിൽ ഹിന്ദു ഐക്യവേദി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തന ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കളെയും സാമുദായിക രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ഹിന്ദുക്കളെയും ഒരുമിപ്പിക്കുക, ഹിന്ദുവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് അല്ല. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി പിന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ആവശ്യം എന്ന് തോന്നുന്നത്? ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അതാത് മതങ്ങളുടെ അല്ലെങ്കിൽ ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഹിന്ദുവിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു നിലയാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ഹിന്ദു ജനതയെ അവഗണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കേരളം ഭരിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ഇതിനു മുൻപ് ഭാരതം ഭരിച്ചിട്ടുള്ള സർക്കാരുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുഴുവൻ ഹിന്ദുക്കളും ആ സമൂഹം എന്ന് കരുതി മറ്റു സമുദായങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യണമെന്നോ അതിൽ മറ്റു സമുദായങ്ങൾ മറ്റു ആളുകൾ സംഘടിക്കരുതെന്നോ അവരോടുള്ള ഒരു വിദ്വേഷമൊന്നുമില്ല. സോ ഇതിലുള്ള ഹിന്ദുക്കളായി ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും ഉന്നമനത്തിൽ കൊണ്ടുവരിക,
അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഒരു മതമോ ഒന്നും വ്യത്യാസമില്ലാതെ മൊത്തത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് മതത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റീസ് വരുമ്പോൾ അതൊരു വിഭജനം ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്കല്ലേ പോകുന്നത്? ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. നമ്മുടെ ഭാരതം നമ്മുടെ ഒരു അഖണ്ഡമായി നിലനിന്നിരുന്ന ഒരു കാലമാണ്. ഈ സെക്കുലറിസം വന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ബോധപൂർവം എഴുതി ചേർത്തതായിട്ടുള്ള ഒരു കാര്യമാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, നമ്മുടെ അഖണ്ഡ ഭാരതമാണ്. ആ അഖണ്ഡ ഭാരതമായിരുന്ന നമ്മുടെ ഭാരതത്തെ മതപരമായ കാര്യങ്ങളെ കൊണ്ട് അവർ വേർതിരിഞ്ഞു പോയതാണ്. പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും എല്ലാം നമ്മളെ വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് ഭാരതത്തിൽ ഈ ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഹൈന്ദവീയത എന്ന് പറയുന്നത് അതൊരു ദേശീയതയാണ്. ഹിന്ദുത്വം ഒരു ദേശീയതയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ ദേശീയതയാണ് ഹിന്ദുത്വം. അവിടെ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ അമേരിക്കയിൽ എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഭാരതത്തിലെ ഒറ്റ വാക്കുകൊണ്ട് കേവലം 3 മിനിറ്റ് കൊണ്ട് ലോകത്തെ കൈയടക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചത് ഈ ഭാരതത്തിൻ്റെ തനതായ ദേശീയത ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിച്ചത് കൊണ്ടാണ്, സംസാരിച്ചത് കൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ദേശീയത എന്നൊരു ഫീലിംഗ് ആണെന്ന്. അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ ഇന്ത്യൻ സിറ്റിസൺസിനും അത്തരത്തിലുള്ള രീതിയിലാണ് ഈ ഹിന്ദുത്വത്തിനെ നോക്കിക്കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതം ഭരിച്ചതായാലും ഈ കേരളം ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാവരും ഈ ദേശീയതയ്ക്ക് എതിരായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടും യഥാർത്ഥ ദേശീയത ജനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ഒട്ടനവധി ആളുകൾ ഈ ഒരു തെറ്റായ ധാരണയിലേക്ക് വ്യതിചലിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ആളുകളിൽ ശരിയായ ദേശീയ ബോധം വളർത്തുകയും ആ ദേശീയ ചിന്താഗതി അവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ദേശീയത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി എന്ന പേര് പറയുന്ന പോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ ഈ ഹിന്ദുവിൽ ഒരുപാട് കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ഐക്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്? ഹിന്ദു ഐക്യവേദിയുടെ കഴിഞ്ഞ 22 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് കേരളത്തിൽ വലിയൊരു സാമൂഹിക മാറ്റം ഉണ്ടാക്കാൻ ഹിന്ദു ഐക്യയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളം രൂപം കൊണ്ടതിന് ശേഷം വന്ന സർക്കാരുകളെല്ലാം, അതിൽ വിശിഷ്യ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഈ ജാതീയമായ ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ, ജാതീയമായ ചിന്തകൾ വളർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും അവരെ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ ജനവിഭാഗങ്ങളെ അധികാരത്തിൽ വന്ന് അവർക്ക് ഭൂമികൾ നൽകിക്കൊണ്ട് കേവലം കോളനിവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗപ്പെട്ട ആളുകളെ 4 സെന്റിലും 3 സെന്റിലും അടങ്ങുന്ന കോളനികളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് അവരെ കോളനിവൽക്കരിക്കപ്പെട്ടു. അതിനുശേഷം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുകയോ അത്തരം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ഭരണഘടനയിൽ പറഞ്ഞ അവരുടെ സംവരണം ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരം ആളുകൾ അവശത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു.
അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ഇവിടെ കേരളത്തിൽ വിശേഷ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളം ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഫോർവേഡായി ചിന്തിക്കാൻ തുടങ്ങി, മോഡേൺ സൊസൈറ്റി എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പലരും ഭയങ്കര അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ ഇന്ന ജാതിപ്പെട്ടതാണ് അല്ലെങ്കിൽ ഞാൻ ചെറിയ ജാതിയാണെന്ന് വിഷമിച്ചിട്ടും പറയാറുണ്ട്. പല കേസുകളും പറയാറുണ്ട്, ജാതിയുടെ പേര് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കളിയാക്കി, മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ. അപ്പൊ ഈ കീഴ്ജാതി മേൽജാതി എന്നുള്ള സമ്പ്രദായത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ജാതീയത അവസാനിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ജാതീയമായ ചിന്താഗതികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി നമ്മൾ ഇന്നും പൂജിക്കുന്ന ശ്രീമദ് അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെ ഒട്ടനേകം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ ജാതീയ ചിന്തയ്ക്ക് അതീതമായി ഈ കേരളം ഉയരണം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തെയാണ്. അപ്പോൾ ജാതിയോ മതമോ യാതൊരു ചിന്തയും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന ചിന്ത വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പരിശ്രമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്ന രാഷ്ട്രീയ അധികാരികൾ അവരുടെ രാഷ്ട്രീയമായ നേട്ടത്തിനും നിലനിൽപ്പത്തിനും വേണ്ടിയിട്ട് ഭിന്നിപ്പിക്കുക, ജാതീയമായ ചിന്തകൾ വളർത്തുക എന്ന ഒരു പരിശ്രമം അവർ നടത്തിക്കൊണ്ടേയിരുന്നു. ആ ഒരു പരിശ്രമത്തിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചു. പക്ഷെ കഴിഞ്ഞ 22 വർഷത്തെ ഹിന്ദു ഐക്യവേദിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒട്ടനേകം സാമുദായിക സംഘടനകളെയും സാമുദായിക നേതാക്കന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാമൂഹ്യ പരിഷ്കരണം സാധ്യമാകണമെങ്കിൽ ആദ്യം തന്നെ ഓരോ മനുഷ്യരിലും മാനസിക പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളിലുള്ള ജാതി ചിന്ത മാനസികമായ പരിവർത്തനത്തിൽ കൂടെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചാലാണ് സാമൂഹ്യ പരിഷ്കരണം സാധ്യമാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു സാമൂഹ്യ പരിഷ്കരണം ഉണ്ടാകാൻ ഓരോ വ്യക്തികളിലും സമുദായങ്ങളിലും സംഘടനകളിലും ഇത്തരം പരിവർത്തനങ്ങൾ മാറ്റാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹിന്ദു റിലീജിയൻ എടുത്ത് നോക്കിയാൽ പല കാസ്റ്റുകളുണ്ട്. അപ്പൊ ഈ ജാതി പല ജാതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകാസ്റ്റ് ആയിട്ട് മാരേജസ് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അപ്പോൾ ഫാമിലീസ് ആയിരുന്നെങ്കിൽ അവർക്ക് ഒരു തരം ടെൻഷനാണ്, ജാതി മാറി വിവാഹം കഴിക്കുന്ന അങ്ങനത്തെ. അപ്പോൾ ഇനി വരുന്ന കാലത്ത് കൂടുതൽ അത്തരത്തിൽ ഇന്റർകാസ്റ്റ് മാരേജസ് വരും എന്ന് തോന്നുന്നുണ്ടോ? അതിന് സമയമെടുക്കും. അങ്ങനെ വരണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ജാതിക്ക് അതീതമായി എല്ലാവരും പരസ്പരം സമന്വയിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് മിശ്ര വിവാഹങ്ങൾ അതല്ലെങ്കിൽ ഇതിലുള്ള ആളുകൾ അല്ലാതെ എല്ലാ ജാതിയിലും പെട്ടവർ പരസ്പരം ആലോചിച്ചുറപ്പിച്ച് വിവാഹങ്ങൾ നടക്കണം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന അതൊരു കാര്യമല്ല, അതൊരു നിയമത്തിൽ കൂടിയോ ഉണ്ടാകുന്ന കാര്യമല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മനുഷ്യരിലും സൃഷ്ടിക്കപ്പെടുന്ന മാനസിക പരിവർത്തനത്തിൻ്റെ ഫലമായി സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ജാതി പറഞ്ഞാലേ ജാതി പോവുകയുള്ളൂ എന്ന് ചില പ്രമുഖർ പറയാറുണ്ട്. ജാതിനെ പറ്റി സംസാരിക്കണം എന്നാലേ ജാതി പോവുള്ളൂ. ശരിക്കും അത് കൂടുതൽ എല്ലാവരെയും വിഭജിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് ഈ ജാതി പറയും തോറും? ജാതി പറയുന്നത് തെറ്റാണ്. ജാതി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയായ സംവിധാനമല്ല. ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അതിനെ ഊന്നി പറഞ്ഞത് കൊണ്ടല്ല അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്. ഞാനൊരു കഥ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലതരത്തിലും പല കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈദ്യൻ അദ്ദേഹം ഒരു വളരെ പ്രചരണം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, കഷണ്ടി ഇവിടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല, കഷണ്ടിക്ക് ഞാൻ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണമൊക്കെ കൊടുത്തു. ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു, കഷണ്ടിക്ക് മരുന്നിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ചെന്നു.
അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയ ഒരു മരുന്ന് ഇവർക്ക് കൊടുക്കുകയുണ്ടായി. വന്നവർക്ക് എല്ലാവരും കൊടുത്തു. അദ്ദേഹം അങ്ങനെ വലിയ സമ്പന്നനും വലിയ പ്രചാരമുള്ള ഒരാളായിട്ട് മാറി. പക്ഷെ അദ്ദേഹം ഈ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഈ മരുന്ന് തേൽക്കുന്നതിന് മുമ്പ് കഷണ്ടിയിൽ നമ്മുടെ കഷണ്ടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ട മരുന്നാണ്. പക്ഷെ അത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ചൂലും വെള്ളത്തെക്കുറിച്ചും ഓർക്കാൻ പാടില്ല എന്ന് ഓരോ ആളോടും പറയുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാവിലെ ഈ മരുന്ന് തേക്കുന്ന കഷണ്ടിക്കാരൻ എന്താ ചിന്തിക്കുക? അദ്ദേഹം ആദ്യമേ ഓർക്കുന്നത് അദ്ദേഹം വൈദ്യം പറഞ്ഞിട്ടുണ്ട് കഷണ്ടി വെള്ളം ഓർക്കരുതെന്നാണ്. അദ്ദേഹം അത് പെട്ടെന്ന് ഓർക്കും. എന്നാ ഇനി നാളെ പുരട്ടാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അത് മാറ്റിവെക്കും. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കഷണ്ടി മാറുകയില്ല. അപ്പോൾ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ പലവരും ഏത് ജാതിയിൽ പെട്ടവരാണെങ്കിലും ഇപ്പോൾ ഈഴവ, OBC, ST എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിസർവേഷൻസ് ഉണ്ട്. അപ്പൊ പലരും ഇപ്പൊ ചില സ്റ്റുഡൻസ് പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സാം എഴുതിയ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ റിസർവേഷൻ കാരണം എന്റെ ചാൻസസ് പോയി, റിസർവേഷൻ കാരണം കൊണ്ടാണ് ചാൻസസ് കുറയുന്നത്, എനിക്ക് കുറച്ച് ചാൻസസേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ. അപ്പൊ ഈ റിസർവേഷനും ഒരു പ്രശ്നമല്ലേ? സ്വതന്ത്ര ഭാരതത്തില് നമ്മുടെ ഭരണഘടനയിൽ ഈ റിസർവേഷൻ രേഖപ്പെടുത്തിയത് ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറാണ്. അത് ആദ്യത്തെ കുറച്ച് വർഷത്തേക്ക്, ഒരു 10 വർഷത്തേക്ക് ആണ് ഇത്തരം ആളുകളെ റിസർവേഷനിലൂടെ അവരെ ഉന്നമതിയിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിലാണ് അത്തരം ഒരു റിസർവേഷൻ അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തത്. പക്ഷേ അവരെ വേണ്ടതായിട്ടുള്ള അതാത് സമയത്ത് വേണ്ടതായിട്ടുള്ള റിസർവേഷൻ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ അവരെ വീണ്ടും വീണ്ടും പിന്നിലേക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് അവർക്ക് ഉന്നമതിയിലേക്ക് എത്താൻ പറ്റുന്നത്. അർഹതപ്പെട്ട റിസർവേഷൻ കോളേജ് തലത്തിലാണെങ്കിലും മറ്റു വിദ്യാഭ്യാസ മേഖല തലത്തിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ഇത്തരം റിസർവേഷനുകൾ കിട്ടേണ്ടതായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി നൽകാത്തത് മൂലം അവർ വീണ്ടും ആ പതനത്തിൽ തന്നെ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇതര തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അതിന് ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഇന്നും ഈ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ വിഭാഗങ്ങൾ ഈ സംവരണത്തിന്റെ പേരിൽ ഇന്നും ദുരനുഭവത്തിലാണ്. അത് മാറണം. യഥാവിധി കിട്ടേണ്ടുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ സംവരണത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ മുൻകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകൾ, ഏറ്റവും കൂടുതൽ ഭരിച്ചത് കേരളം ഉൾപ്പെടെ കൂടുതൽ കാലം ഭരിച്ചത് കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളാണെങ്കിൽ കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. അവര് സംവരണം നടപ്പിലാക്കിയത് വേണ്ട പോലെ സംവരണം ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് കൊണ്ടാണ് ഇന്നും ഈ ഒരു സംവരണ വ്യവസ്ഥിതി തുടരേണ്ടുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത്, നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കണ്ടു. അപ്പൊ അങ്ങനെ ആക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇത് ഭാരതമാണ്, പിന്നെ ഭാരതത്തിന്റെ പേര് പിന്നെ മാറ്റുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഇത് അനാദികാലം മുതൽ ഭാരതമാണ്, അഖണ്ഡ ഭാരത സങ്കല്പമാണ് നമ്മളിൽ ഉള്ളത്. ഇത് ഭാരതമാണ്. ഇടക്കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ ഈ സെക്കുലറിസവും ഇതൊക്കെ കടന്നു വന്ന സമയത്ത് ഒരു രീതിയിൽ ഇന്ത്യ എന്ന് മാറുകയുണ്ടായതാണ്. ഇത് ഭാരതമാണ്. ഈ ഭാരതം വരും കാലങ്ങളിൽ അഖണ്ഡ ഭാരതമായി നിലകൊള്ളുക തന്നെയും. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്ന പേര്, ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതം എന്നാക്കുന്നതല്ല, ഇത് ഭാരതം തന്നെയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സിന് പറയാറുണ്ട്, എല്ലാ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു റിലീജിയസ് വ്യൂ പോയിന്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഈ മതവും കൂടെ പൊളിറ്റിക്സിലോട്ട് കലർത്തുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ എന്ന് തോന്നിയിട്ടുണ്ടോ? മതപരമായിട്ടുള്ള ചിന്തകൾ വളർത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഭരിച്ച സർക്കാരുകളാണ്. അവരുടെ
രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാരതത്തെ വിഭജിച്ചതുപോലും മതാടിസ്ഥാനത്തിലാണ്. മതത്തിന്റെ പേരിലാണ് ഭാരത വിഭജനം തന്നെ ഉണ്ടായത് മതത്തിന്റെ പേരിലാണ് ഭാരതത്തെ വിഭജിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഭാരതത്തിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഈ ഒരു ദേശീയതയിൽ അനുകൂലമായി ചിന്തിക്കുന്നതുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു ചിന്താഗതിക്കും നമ്മൾ അനുകൂലം ഇല്ല എന്നുള്ളതാണ്. അത് നമുക്കിപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ തന്നെ എടുത്താൽ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഒരു മതത്തിനെ മാത്രം ലാക്കാക്കിക്കൊണ്ടല്ലോ, എല്ലാ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ല എന്ന് ഇപ്പൊ സർക്കാർ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ ആരെയും ടാർഗറ്റ് ചെയ്യാറില്ല എന്ന്. പക്ഷെ പലപ്പോഴും വരുന്ന ആൾക്കാരിലേക്ക് എത്തുന്നത് ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും സർക്കാർ വെക്കുന്നതെന്നും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്നുള്ള രീതിയിലാണല്ലോ. ആ ചോദ്യത്തിൽ തന്നെ അതുണ്ടല്ലോ, പൊളിറ്റിക്കൽ അജണ്ട. ആ പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നേട്ടത്തിന് വേണ്ടി അവർ തെറ്റായ പ്രചരണം നടത്തുന്നത് ഭൂരിഭാഗം ജനങ്ങളും അതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറുന്നത്. അതങ്ങനെ അല്ലാതെ വരുന്ന കാലം വരുന്ന സമയത്ത് ഇതിനൊക്കെ മാറ്റം വരും. ഇപ്പോ ഈ അടുത്ത് നമ്മുടെ ഇന്തോ പാക് യുദ്ധം നടന്നല്ലോ. അപ്പൊ അതും ഒരു മതമാണല്ലോ തുടക്കം ഇട്ടത്. അപ്പൊ ശരിക്കും ഈ മതം കൊണ്ടും ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണ്? ഇപ്പോൾ ഉണ്ടായ നമ്മുടെ പാകിസ്ഥാനുമായി നടന്ന ആക്രമണത്തെ കുറിച്ചാണ് ചോദിച്ചത്. പാകിസ്ഥാനുമായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ അവർ ചെയ്തത്, അവർ ഈ ഭാരതത്തിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചിന്താഗതികൾ വളർത്തുന്നതിനും മതപരമായി ഭാരതത്തിൽ സംഘർഷം ഉണ്ടാകണമെന്നും ചിന്തിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികൾ നടത്തിയ ഒരു കടന്നാക്രമണം, ഒരു അക്രമമാണ്. ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചാൽ ഈ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഈ ഏറ്റവും ഐക്യം നഷ്ടപ്പെടുത്താൻ സാധിക്കും, അങ്ങനെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന അവരുടെ തെറ്റായ ധാരണയുടെ ഫലമായിട്ടാണ് അത്തരം ഒരു ഭീകരവാദികളിലൂടെ പരിശ്രമിച്ചത്. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ധാരാളം ദേശീയ മുസ്ലിങ്ങൾ ഈ ഭാരതത്തിൽ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അത്തരം അവരുദ്ദേശിച്ച ഒരു കാര്യം ഇവിടെ നടക്കാതെ പോയത് ഇവിടെ ഈ ഭാരതത്തെ മനസ്സിലായിക്കൊണ്ട് ഈ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥര് ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഭാരതത്തിൽ നടപ്പിലായില്ല എന്ന് മാത്രമല്ല, അവർക്ക് അതിൻ്റെ ശക്തമായ തിരിച്ചടി നേരിടുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഇലോൺ മസ്കിന്റെ പിതാവ് ഇലോൺ മസ്ക് നമ്മുടെ രാംക്ഷേത്രം പിന്നെ വേറെ ഒരു ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്. ഇപ്പൊ ഇലോൺ മസ്കിനെ വെച്ച് നോക്കുമ്പോൾ ആള് പശുവിനെ കഴിക്കും, പിന്നെ മൾട്ടിപ്പിൾ മാരേജ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ നമ്മൾ വെൽക്കം ചെയ്യുവാണ് രാംക്ഷേത്രത്തിലോട്ട്. പക്ഷെ അത്രയും ഭയഭക്തിയോടെ വരുന്ന നമ്മുടെ സാധാരണക്കാര ആൾക്കാർക്ക് ഒരുപാട് നീണ്ട ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അവിടെ ഒരു ബയാസിങ് അല്ലേ കാണിക്കുന്ന ആൾ. ഇപ്പൊ ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ അച്ഛനായതുകൊണ്ട് ആൾക്ക് കുറച്ചുകൂടെ മുൻഗണന കിട്ടുന്നു. അപ്പൊ നമ്മുടെ സാധാരണക്കാർക്ക് അത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ബയാസ് അല്ലേ വരുന്നത്? അങ്ങനെ ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടോ? ഏറ്റവും വലിയ ക്ഷേത്രങ്ങളായാൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളും അതേപോലെ മറ്റു ആരാധനാലയങ്ങളിലും ഒക്കെ നമ്മൾ ഇന്നും ഇപ്പോൾ ശബരിമല പോലെയുള്ള ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ചില വിശിഷ്ട വ്യക്തികൾക്ക് പ്രത്യേകമായി തൊഴാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് അത്തരം വിശിഷ്ട വ്യക്തികളെ അങ്ങനെ കൊണ്ടുവരുന്നതിൽ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉൾക്കൊള്ളും. അത്രയും ചിന്താശേഷിയുള്ള ആളുകളാണ് നമ്മുടെ ഭാരതത്തിൽ വിശിഷ്ട കേരളത്തിലും ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഹിന്ദു ഐഡിയോളജി വെച്ച് നോക്കുമ്പോൾ അതൊരു എതിർക്കുന്ന രീതിയിലായിരുന്നില്ലേ? ഹിന്ദു ഐഡിയോളജി ആരെയും എതിർക്കുന്ന ഇതല്ല, എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ഹിന്ദു ഐഡിയോളജി. ഹിന്ദു
എല്ലാവരെയും നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ നാടിൻ്റെ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലേക്ക് സ്വീകരിക്കുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹിന്ദു ഐഡിയോളജി അതല്ല. ഹിന്ദു ഐഡിയോളജി എല്ലാവരെയും ആകർഷിക്കുന്നതാണ്, എല്ലാവരെയും സമചിത്തതയോടെ ഒരേപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചിന്താഗതിയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. എന്താണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്? സനാതന ധർമ്മം എന്ന് പറയുന്നത്, സനാതനം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തതിനെയാണ് സനാതനം എന്ന് പറയുക. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല എന്നുള്ളതുപോലെ തന്നെ ഒരിക്കലും നശിക്കാത്തതാണ്. നമ്മുടെ ഈ നാടിനെ, ഈ സംസ്കാരത്തെ എന്നുവെച്ചാൽ ഭാരത സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനേകം ആളുകൾ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അനേകായിരം വർഷങ്ങൾ, എത്രയോ വർഷം നമ്മളെ ഹൂണന്മാർ, ശകന്മാർ, അതേപോലെ ഏറ്റവും അവസാനമാണ് ബ്രിട്ടീഷുകാർ വന്നത്. എത്രയോ കാലം നമ്മളെ അടക്കി ഭരിച്ചു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിൽ വസ്തുതയില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ജാതിനെ പറ്റി സംസാരിച്ചല്ലോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു സെലിബ്രിറ്റിയിൽ സെൻസേഷനായി നിൽക്കുന്ന ഒരാളാണ് വേടൻ. അപ്പം ആള് ഒരു കീഴ്ജാതിന്ന് വന്നേന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണ്ടൊക്കെ ആളെ ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആളെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഇത്ര പ്രശ്നങ്ങൾ വന്നാലും ആൾക്ക് ഒരുപാട് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം എന്താന്ന് തോന്നുന്നത്? വേടൻ എന്ന സെലിബ്രിറ്റി ആയത്, ഇത്രയും പോപ്പുലാരിറ്റി നേടിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയായിരുന്നു? അദ്ദേഹം പാടുന്ന പാട്ടുകൾ നല്ല പാട്ടുകളാണ്. എങ്ങനെയാണ് നമ്മൾ വേടനെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അറിഞ്ഞത്? പാട്ടിലൂടെ അല്ലല്ലോ. അങ്ങനെ പാട്ടിലൂടെ അല്ല അദ്ദേഹത്തെ അറിഞ്ഞത്. അദ്ദേഹത്തെ മയക്കുമരുന്നിൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ട് കഞ്ചാവിൻ്റെയും അതേപോലെ മയക്കുമരുന്നും അതേപോലെ നമ്മുടെ എന്താ പറയുക പുലിപ്പല്ലുപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേടനെതിരെ കേസെടുത്തതാരാ? ഈ സർക്കാരല്ലേ. ഇത്രയും അധസ്ഥിത സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന സർക്കാർ ഏറ്റവും ഈ പറയുന്ന വേടനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തില്ലേ. അപ്പോൾ വേടൻ യഥാർത്ഥത്തിൽ പോപ്പുലർ ആയത് പാട്ടിലൂടെ അല്ല. അദ്ദേഹം നല്ല നല്ല പാട്ടുകൾ സിനിമയിൽ പാടിയിട്ടുണ്ട്, അത് ജനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര പോപ്പുലാരിറ്റി നേടിയത് തെറ്റായ വഴിയിലൂടെ അദ്ദേഹം പോപ്പുലാരിറ്റി നേടിയത് ആണല്ലോ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പാട്ടുകളെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, ആളുകൾ ആകർഷിക്കാൻ തുടങ്ങി. പക്ഷെ വേടന്റെ പാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയമുണ്ട്. വേടന്റെ പാട്ടുകളിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ ചിന്താഗതി മാത്രമല്ല, അതിലൊരു ജാതീയതയും കടന്നു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ജാതീയതകൾ പറഞ്ഞുകൊണ്ടല്ല ജാതിയെ ഇല്ലാണ്ടാക്കേണ്ടത്, മാനസിക പരിവർത്തനത്തിലൂടെയാണ്. പാട്ടിലൂടെ നമ്മൾ വടക്കൻ വീരഗാഥകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പാട്ടിലൂടെ പാടി നടന്ന പാണൻ പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പാട്ടാണ്. വേടൻ്റെ പാട്ടുകളിലെ വരികളിൽ ജാതീയമായ തെറ്റായ ചിന്താഗതികൾ യുവാക്കളിലേക്ക് വളർത്തുന്ന സംഗതികൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പരസ്യമായി സമ്മതിച്ചതല്ലേ. പക്ഷെ അദ്ദേഹത്തിന് മാനസിക പരിവർത്തനം വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാനസിക പരിവർത്തനം അദ്ദേഹത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് നിങ്ങളെല്ലാവരും ഒഴിവാക്കണം, അത് നിങ്ങളെല്ലാവരും മാറ്റണമെന്ന് ഇവിടുത്തെ യുവാക്കളോട് ആവശ്യപ്പെട്ടു. അത് നല്ല കാര്യം. പക്ഷെ ഇപ്പോഴത്തെ യുവാക്കൾക്കാണെങ്കിലും കൂടുതലും ഇത്തരത്തിലുള്ള ബാഡ് ഇൻഫ്ലുവൻസിനെയാണ് അവര് വേർഷിപ്പ് ചെയ്യുന്നത്. പക്ഷെ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് ഈ സമൂഹം, അങ്ങനെയായി മാറിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ തകർന്നുകൊണ്ട്, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹമായി ഇവിടുത്തെ ന്യൂ ജനറേഷൻ വളർന്നിരിക്കുന്നു എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു അപകടം സംഭവിച്ചു എന്നിരിക്കുക റോഡിൽ. പണ്ട് കാലത്തൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ എത്രയും വേഗം നമ്മൾ ആ അപകടം സംഭവിച്ച ആളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക, അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ നൽകുക, എത്രയും വേഗം അദ്ദേഹത്തെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ചിന്തിക്കുക. ഇന്നതാണോ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്? എത്രമാത്രം വീഡിയോ എടുക്കാം,
എത്രമാത്രം അതിനെ ഇതിനെടുക്കാമെന്ന് വെച്ചാൽ എത്രമാത്രം ലൈക്ക് ഉണ്ടാക്കാമെന്നുള്ള നിലയിലാണ് ഇന്നത്തെ യുവാക്കൾ. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ അപകടത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോര ഒലിച്ച് കിടക്കുന്നതും അദ്ദേഹം അപകടത്തിൽപ്പെടുന്നതും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു രംഗമാണ്. അതിൻ്റെ ഫലമായിട്ട് എത്രയോ ഈ ശരിയായ രീതിയിൽ ആ ഒരു ചികിത്സ കിട്ടാതെ എത്രയോ ആളുകൾ റോഡിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ, യുവാക്കളിൽ മനുഷ്യത്വം കുറഞ്ഞു പോയിരിക്കുന്നു. അത്തരം മനുഷ്യത്വം കുടുംബ ബന്ധങ്ങളിൽ കൂടെയും ഇത്തരം സാംസ്കാരികമായ ചിന്തകളിൽ കൂടെയാണ് ഉണ്ടാവുക. അതുണ്ടായാൽ മാത്രമേ സാമൂഹ്യ മാറ്റം സാധ്യമാവുള്ളൂ. അപ്പം ഇത്ര നേരം നമ്മൾ ഒരുപാട് ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ആൾക്കാർക്ക് അത് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമസ്കാരം.